സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് അവർകൾ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ രസമാണ് ആളുകൾക്ക്. ഉസ്താദിന് അസുഖം വന്നാൽ രസമാണ്, അസുഖം മാറിയാൽ രസമാണ്. എന്തോരം വോയിസുകളാണ് വളരെ സങ്കടകരമായിട്ട് വരുന്നത്. ഞാൻ ഇന്ന് സംസാരിച്ചു ഉസ്താദിനോട്. ഒരു പ്രശ്നമില്ല, നടുവിനൊരു വേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കാം. ദയവ് ചെയ്ത് നിങ്ങളിതൊന്ന് അവസാനിപ്പിക്കൂ പ്രിയപ്പെട്ടവരെ. ഉസ്താദിനോട് ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ അങ്ങനെ ആഘോഷമാക്കുകയാണ്. എന്താണ്, ഞാൻ സങ്കടം വന്നുപോയി. അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ്. ഉസ്താദിന് പ്രശ്നമൊന്നുമില്ല. ഈ നടുവ് നട്ടല് പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ഒന്നിനും പറ്റൂല, അറിയാലോ നിങ്ങൾക്കെല്ലാം. അപ്പൊ അത് സർജറി ഇല്ലാതെ ഒന്ന് സുഖപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ആയുർവേദ ചികിത്സയിലാണ്. ഇത്രയാണ് സംഭവം. ഇതിനെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കി ഉസ്താദ് പറഞ്ഞ കാര്യം തീർച്ചയായും വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരു അസുഖം എന്നുള്ളത് തീർച്ചയായും അള്ളാഹുവിൻ്റെ പരീക്ഷണയാണ്. അസുഖം വരുമ്പോൾ അവർക്ക് ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ വലിയ പുണ്യമുള്ള കർമ്മമാണ്, സുന്നത്തുള്ളതാണ്. ഹഖുൽ മുസ്ലിമി അലാ മുസ്ലിം സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ മേലെ ഉള്ള ബാധ്യതകൾ 6 അതിൽ ഒന്ന് രോഗിയായാൽ സന്ദർശിക്കുക എന്നുള്ളത് വലിയ പുണ്യകർമ്മമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ. കാരണം വലിയ സന്തോഷകരമായ മറ്റൊരു വിഷയം, ഉസ്താദിൻ്റെ രോഗസംബന്ധമായി ഉള്ള വിഷയത്തെക്കുറിച്ച് ഒരുപാട് ഉസ്താദന്മാരും പല പണ്ഡിതന്മാർ അവർക്കുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ പ്രാർത്ഥനകളുമായി പലരും വന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അതൊക്കെ വലിയ ജനങ്ങളതൊക്കെ ഏറ്റെടുക്കുകയും നല്ല നിലക്ക് ദുആ ചെയ്യുകയും ചെയ്തത് കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന, അവരുടെ പ്രഭാഷണങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുമ്പോൾ, കാരണം നോക്കി ഈ അടുത്താണല്ലോ നമ്മുടെ തമിഴ്നാട്ടിൽ 40 പേരാണ് മരണപ്പെട്ടു പോയത്. വലിയ സങ്കടകരമായ ഈ മരണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം തീർച്ചയായും അവിടെ പോയവർ തന്നെ എന്ന് പറയാം. വലിയ ദുഃഖകരമായ വാർത്ത. പിഞ്ചു മക്കൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊക്കെ സഹിക്കാൻ പറ്റും. 40 പേര് മരണപ്പെട്ടു. 40 പേര് എന്തിനാണ്? ഒരു വിഡ്ഢിത്വമുള്ള ഒരു സ്നേഹമാണ്. ഒരാളെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. കാരണം ഈ പിഞ്ചു മക്കളെയും കൊണ്ടുപോയി ആ പിഞ്ചു മക്കളെയും കൊണ്ടുപോയിക്കൊണ്ട് അവിടെ 40 തമിഴന്മാർ മരണപ്പെട്ട എത്രയോ നല്ല വിവരമുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാലും ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലൊക്കെ നാം ഇങ്ങനെ തീർച്ചയായും നോക്കൂ, ഇന്ന് എത്ര കുടുംബങ്ങളാണ് കണ്ണീരിനായി മാറിയിട്ടുള്ളത്. ഇതൊരു ഭ്രാന്ത് പിടിച്ച സ്നേഹമാണ്. ഇനിയിപ്പോൾ ഈ അടുത്ത് കേരളത്തിൽ ഒരു പ്രശസ്തനായ ഒരാൾ വരും, അള്ളാഹു കാക്കട്ടെ, ആ സമയത്തൊക്കെ വളരെ നോക്കൂ, അദ്ദേഹം ഉച്ചക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരേക്ക് എത്തിയില്ല. പിന്നെ അസർക്കാണ് സമയത്ത് എത്തുന്നത്. എന്നിട്ടോ അദ്ദേഹം 2 ബാട്ടിൽ വെള്ളം ഇങ്ങനെ വലിച്ചെറിയുന്ന രംഗമൊക്കെ കാണുന്നുണ്ട്. ഈ രംഗമൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ തീർച്ചയായും വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരവസ്ഥയാണ്. നോക്കൂ, ഭ്രാന്തമായി സ്നേഹിക്കുന്ന നമ്മുടെ ഈ മുഹബ്ബത്ത്, ഈ സ്നേഹം എന്നുള്ളതൊക്കെ തീർച്ചയായും മുസ്ലിം സഹോദരന്മാർ സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം. ആരെയാണ് സ്നേഹിക്കേണ്ടത്? നാം ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെയാണ് നാളെ പരലോകത്തിൽ നിന്നാണ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നാം മഹാരഥന്മാരെ സ്നേഹിച്ചാൽ മഹാരഥന്മാരെ കൂടെയായിരിക്കും. അംബിയാക്കൾ, ഔലിയാക്കൾ, സുഹദാക്കൾ, സ്വാലിഹീങ്ങളെ. ഇതങ്ങനെയല്ല, ഭ്രാന്ത് പിടിച്ച സ്നേഹമാണ്. ജീവൻ വരെ നൽകാൻ പോലും സന്നദ്ധരാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിഞ്ചു മക്കളെയും കൊണ്ടുപോയ ഒരു സാഹചര്യം നോക്കൂ. 40 പേര് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കല്ല. 40 പേർ, ഒരുപാട് ആളുകൾ അസുഖമായി ആശുപത്രിയിൽ കഴിയുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് കേൾക്കാൻ സാധിച്ചത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നോക്കൂ, ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് കാക്കട്ടെ. ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുന്ന സമയത്ത് നാം മനസ്സിലാക്കണം, ഈ ദുരന്തങ്ങളുടെ പിന്നിലുള്ള കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഭ്രാന്തമായ ഒരു സ്നേഹമാണ്. നാം പോകുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല ഇത് പോകുന്ന സ്ഥലം. കാരണം ഉച്ചക്ക് വന്ന് ഭക്ഷണവും ഇല്ലാതെ വെള്ളവും ഇല്ലാതെ പാവപ്പെട്ടവർ. അതിൽ വലിയ സന്തോഷകരം, സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിനെ അസുഖമാണ് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് പേരുകളാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തതും. ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് ഉസ്താദിന് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് കാര്യം എന്നിങ്ങനെ പല രീതിയിലൊക്കെ അവർ
ചോദിക്കുകയും ആ സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് പരിപൂർണമായ ശിഫയും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ. ബഹുമാനപ്പെട്ട നൗഷാദ് ബാഖവി ഉസ്താദ് പറഞ്ഞ വാക്ക് വളരെ കൃത്യമാണ്. നാം ഈ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി കാണാൻ പാടില്ല. ഗൗരവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നുള്ളതൊക്കെ പുണ്യമുള്ള കർമ്മമാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹു സിറാജുദ്ദീൻ ഖാസിമിക്ക് എല്ലാം. ഒരുപാട് ആലിമീങ്ങൾ സുഖം കൊണ്ട് പ്രയാസം കൊണ്ട് വീട്ടിൽ കഴിയുന്ന പ്രഗത്ഭരായ മുദരിസമാരൊക്കെ ഉണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് പ്രഗത്ഭരായ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫയും ആരോഗ്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണം വരെ ആഫിയത്തുള്ള ദീർഘായുസ് എന്നുള്ളത്, പ്രിയപ്പെട്ടവരെപ്പോഴും ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വലിയ വിഷയമാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.